ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പോയാൽ അമേരിക്ക ആർക്കൊപ്പം എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാര്യം അമേരിക്ക ഏറ്റവും വലിയ ലോകശക്തിയാണ്. ഇവിടെ ട്രംപിൻ്റെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. എനിക്ക് ഇന്ത്യയും പാകിസ്ഥാനും അറിയാം, രണ്ടുപേരും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഒപ്പമായിരിക്കുമോ, ഇന്ത്യക്കൊപ്പമായിരിക്കുമോ ട്രംപും അമേരിക്കയും? ഇത് ഇന്ത്യക്കാരുടെ ഇതുവരെയുള്ള വിശ്വാസത്തിന് നേരെ ഉയർന്നു വന്ന ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ നാളുകളായിട്ട് ഇന്ത്യ അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒച്ചയിൽ സംസാരിക്കുന്ന രാജ്യമാണ്. ട്രംപിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മോദി എന്നായിരുന്നു എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മോദി മാത്രമല്ല പറഞ്ഞിരുന്നത്, ഇന്ത്യയിലെ സംഘപരിവാർ അതിശക്തമായിട്ട് തന്നെ അത് ഉയർത്തിക്കൊണ്ടിരുന്നത്. പൊതുവെ പിന്നെ എല്ലാവരും അങ്ങനത്തെ ഒരു വിശ്വാസത്തിലായിത്തീരുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ട്രംപെങ്കിൽ ഈ സാഹചര്യത്തിൽ ട്രംപ് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ട്രംപ് നമ്മളൊപ്പം നിൽക്കണം, മോദിക്കൊപ്പം നിൽക്കണം. അതാണ് നമ്മളുടെ ആവശ്യം, നമ്മളുടെ ആഗ്രഹവും അതാണ്. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഞാൻ ഇടപെടുകയില്ല. പകരം രണ്ട് രാഷ്ട്രങ്ങളും പരസ്പരം സംസാരിച്ച് സഹകരിച്ച് പ്രശ്നരഹിതമായ ലോകം നിർമ്മിക്കണം എന്നാണ് ട്രംപ് എന്ന് പറയുന്ന ഈ വലിയ വ്യവസായിയുടെ, അതേപോലെ തന്നെ ലോകരാഷ്ട്രത്തിൻ്റെ പോലീസുകാരനുമായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. അത് ഇന്ത്യക്ക് അത്ര സുഖകരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് സർ, അമേരിക്കയ്ക്ക് ആർക്കൊപ്പം നിൽക്കുന്നതായിരിക്കും ലാഭം? ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതായിരിക്കില്ലേ ലാഭം? പാകിസ്ഥാനെ പോലെ ഒരു ശുഷ്ക രാഷ്ട്രത്തിന് മുന്നിൽ നിന്ന് യാതൊരു വിലയുമില്ലാത്ത ഒരു രാജ്യത്തിന് ഒപ്പം നിൽക്കണോ, അതോ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതിലെ ലാഭം? ലോകത്ത് ഇത്രയും വലിയ പോപ്പുലേഷൻ, അമേരിക്കയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അപ്പോൾ അമേരിക്ക ലാഭകരമായി ചിന്തിച്ചാൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതല്ലേ അമേരിക്കയ്ക്ക് മെച്ചം? അല്ല, അങ്ങനെ ആയിരിക്കും അവസാനം ചിലപ്പോൾ തീരുമാനങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അമേരിക്കയുടെ സ്റ്റാൻഡ് നമ്മൾ പരിശോധിച്ചാൽ അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കും. ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതിനോടൊപ്പം പാകിസ്ഥാൻ്റെ ഒപ്പം കൂടി നിന്നാൽ എന്താണ് എന്നാണ് ട്രംപ് നമ്മളോടൊപ്പം ചോദിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിരവധി വർഷമായിട്ട് പാകിസ്ഥാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. പലതരം ഉടമ്പടികളുണ്ട്. അതുപോലെ പാകിസ്ഥാനെ വലിയ തരത്തിൽ സഹായിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അമേരിക്ക എന്താവശ്യപ്പെടുന്നുവോ അത് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു അടിമത്ത മനസ്ഥിതി നിർമ്മിച്ച് അമേരിക്കക്കൊപ്പം നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇന്ത്യ പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഇന്ത്യ അങ്ങനെ അല്ലാതിരിക്കാൻ കാരണം ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഒരു സ്ഥാനമുണ്ട്. ഇപ്പോൾ മുതലുള്ള സ്ഥാനമല്ല, വളരെ നാളുകൾക്ക് മുമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബൈപ്പോളാർ വേൾഡ് എന്ന് പറയുന്നത് രൂപപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള പൊസിഷനായി. കാരണം ചേരിചേരാ നയം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ നേതൃത്വം ഇന്ത്യക്കായിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് ചേരിയിൽ നിൽക്കാത്ത ആളുകളെ ഒപ്പം നിർത്തിയിരുന്ന, നിഷ്പക്ഷമതികളെ ഒപ്പം നിർത്തിയിരുന്ന, ലോകത്ത് സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായം പറയുന്ന നീതിമാനായ ഇന്ത്യയാണ് ലോകത്തിൻ്റെ അഭിമാനമായിട്ട് നിലനിന്നിരുന്നത്. അപ്പോൾ ആ പൊസിഷനിൽ നിൽക്കുന്ന ഇന്ത്യയുടെ നീ എൻ്റെ കാൽക്കൽ വന്നിരിക്കുന്നത് അമേരിക്ക പറഞ്ഞാൽ അതൊന്നും ഇന്ത്യ കേൾക്കുകയില്ല. ഒന്ന്. രണ്ട്, അമേരിക്കയുടെ വ്യവസായ ശൃംഖലകളെ മുഴുവനും സമ്പുഷ്ടമാക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് നിർമ്മിക്കുന്ന കൺസ്യൂമർ സൊസൈറ്റിയാണ്. അപ്പോൾ ഈ കൺസ്യൂമർ സൊസൈറ്റിയെ പിണക്കി ഒരിക്കലും ഇന്നത്തെ മൾട്ടിനാഷണൽ രാഷ്ട്രങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിക്കുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റ് ഉള്ള ഒന്ന് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് പ്രിയൻ ചോദിച്ചൊരു വിഷയം പ്രസക്തമായി തീരുന്നത്. ഈ യുദ്ധത്തിൽ ഒപ്പം നിൽക്കുന്നതാണോ നല്ലത്, ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് എന്ന് തന്നെയാണ്. അങ്ങനത്തെ നിലപാടിലേക്ക് അമേരിക്ക അവസാനങ്ങളിൽ എത്തിച്ചേരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ നല്ലത് ഈ മരുന്നാണ് എന്ന് കരുതിയാണ് ട്രംപ് എന്ന് പറയുന്ന വ്യവസായി ആ മരുന്ന് പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ രണ്ട് രാഷ്ട്രത്തിൻ്റെയും സുഹൃത്താണ്, രണ്ട് രാഷ്ട്രം എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, രണ്ട് രാഷ്ട്രവും തല്ലുകൂടേണ്ടതില്ല, നമുക്ക് അത് പരസ്പരം സംസാരിച്ച് തീർക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് യുദ്ധം നടന്നാൽ ആ യുദ്ധത്തിൽ
പരിക്കേറ്റ് കിടക്കുന്നവരെ സഹായിക്കാൻ ഇന്നാരുമില്ല. ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിലായാലും ഇസ്രായേൽ, അതേപോലെ തന്നെ പലസ്തീൻ വിഷയത്തിലായാലും ചൈനയൊന്നും ആരെയും സഹായിക്കാൻ തയ്യാറില്ല. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അമേരിക്കക്കെതിരായി നിൽക്കുന്നതിന് താല്പര്യം കാണിച്ചിരുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതില്ല. എനിക്കെന്ത് ഗുണമുണ്ട് എന്നാണ് ഇപ്പോൾ ഓരോ രാഷ്ട്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിലും അവരെടുത്ത നിലപാട് അത് തന്നെയാണ്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണ്. കാരണം അവരുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ താല്പര്യം വ്യവസായ താല്പര്യമാണ്, വാണിജ്യ താല്പര്യമാണ്. ആ രണ്ട് താല്പര്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ള രീതിയിൽ നിലപാടാണ് എപ്പോഴും നമ്മൾ ഈ മുൻരാഷ്ട്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടായിരുന്നു. സൗഹൃദം എന്നൊക്കെ പറയുന്നത് വെറുതെ മേനി പറച്ചിൽ മാത്രമാണ്. അതിങ്ങനെ പറഞ്ഞു നടക്കാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഈ ഫ്രണ്ടിനൊന്നും ഒരു പ്രസക്തിയില്ലാന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയാണ്. കാരണം എന്താണ്, ഈ റെസിപ്രോക്കൽ ഇൻട്രസ്റ്റ് പ്രയോഗിച്ച സമയത്ത് രാഷ്ട്രങ്ങളുടെ മേൽ പകരച്ചുങ്കം എന്ന് പറയുന്ന വലിയ ആണി അടിക്കാനായിട്ട് ട്രംപ് തീരുമാനിച്ചപ്പോൾ നമുക്കെതിരെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് അമേരിക്ക. നമുക്കെതിരെ മാത്രമല്ല, ചൈനയ്ക്കെതിരെ നമ്മളെക്കാൾ ഭീകരമായിട്ടുള്ള രീതിയിൽ ആണി അടിച്ചു. നമ്മളുടെ മേലും ആണി അടിച്ചു. എൻ്റെ സുഹൃത്തിൻ്റെ രാജ്യമാണ് എന്നൊന്നും ആ സമയത്ത് ട്രംപ് നോക്കിയില്ല. ട്രംപിന് കാശ് മാത്രം മതി. അപ്പോൾ പുതിയ ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ് എവിടെയാണ് ഗുണം കിട്ടുന്നത്, ആ ഗുണമാണ് അവർ നോക്കുന്നത്. അവർക്കൊപ്പമായിരിക്കും നിൽക്കുന്നത്. ഇന്ത്യക്കൊപ്പവും അതേപോലെ തന്നെ പാകിസ്ഥാനൊപ്പവും. നമ്മൾ പറയും ഇരയ്ക്കും വേട്ടക്കാരനൊപ്പം ഓടുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിന്ന് കണ്ടാൽ മതി. കാരണം അതിലൂടെ അവർക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളും മെച്ചങ്ങളും കിട്ടുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. അതാണ് പ്രശ്നം. പക്ഷേ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട് എപ്പോഴും അമേരിക്കയ്ക്ക് അനുകൂലമായി അടുത്ത കാലത്തെല്ലാം ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ എങ്കിലും റഷ്യയെ നമ്മൾ ഒരിക്കലും പിടക്കിയിട്ടില്ല. ഉക്രൈൻ്റെ വിഷയം വന്നപ്പോൾ പോലും തന്നെ ഉക്രൈനോട് ഒപ്പം നിൽക്കാനും റഷ്യയോടൊപ്പം നിൽക്കാനും രണ്ടുപേരും തമ്മിൽ സമാധാനം വേണമെന്ന് പറയാനും ഇന്ത്യ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ എടുത്തത് അമേരിക്ക എടുത്ത പോലൊരു നിലപാടല്ല, പകരം സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ഇതിൽ വേറൊരു കാര്യമുള്ളത്, ട്രംപ് രസകരമായി പറഞ്ഞിരിക്കുന്നത് 1500 വർഷമായിട്ടുള്ള പ്രശ്നമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെന്നാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിട്ടുമില്ല. ട്രംപ് പറഞ്ഞാണത് ഈ 1500 വർഷമായി നിലനിൽക്കുന്നതാണ് അല്ലേ? അതെ അതെ. അപ്പോൾ എനിക്ക് ട്രംപ് അങ്ങനെ ചരിത്രപരമായ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മളത് കാര്യമായി ശ്രദ്ധിക്കാൻ പാടില്ല. കാരണം അറിയില്ല, അദ്ദേഹത്തിന് അതൊന്നും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ യാതൊരുമായിട്ടുള്ള നാണവും അദ്ദേഹത്തിനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വലിയ ഒരു വ്യവസായിയാണ്. വ്യവസായിയുടെ ബോധമാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ നയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1500 വർഷമായിട്ടുള്ള തർക്കമുണ്ടെന്ന് പറയുന്നത് ലോകമണ്ഡലത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യയും പാകിസ്ഥാൻ രൂപം കൊള്ളുന്ന 1947-ലാണ്. അതിക്ക് മുമ്പ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അടങ്ങിയ വലിയ പ്രവിശ്യയെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് അഖണ്ഡ ഭാരതം എന്നാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പേരിലാണ് അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു യുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷം ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാകുന്നത്? ഇരു രാഷ്ട്രം ഉണ്ടായിട്ടില്ല. രാഷ്ട്രം ഉണ്ടാകുന്നത് 47-ന് ശേഷമാണ് ഇരു രാഷ്ട്രങ്ങൾ രൂപപ്പെടുകയും പിന്നീട് അത് സംഘർഷം ഉണ്ടാകുന്ന തലത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുന്നുള്ളത് ശരിയാണ്. അത് അദ്ദേഹം പറയുന്നതിൽ നമ്മൾ വലിയ കഥയൊന്നും എടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള പല സാധനങ്ങളും ട്രംപ് ഇടക്കിടക്ക് വീശും. അത് ട്രംപിൻ്റെ തമാശ വീശലായി മാത്രം കണക്കാക്കിയാലും മതി. പക്ഷേ ഗൗരവമുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ അമേരിക്ക എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കാരൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഈ കാര്യത്തിൽ ഏറ്റവും നീതിപൂർവമായി നിർവഹണം നടത്തുന്ന ആളുകൾ. നമ്മളല്ല ഈ ഭീകരപ്രവർത്തനം നടത്തുന്നത്. പാകിസ്ഥാനാണ് ഭീകരപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് തന്നെയാണ് അമേരിക്ക സ്റ്റാൻഡ് എടുക്കേണ്ടത്. നിങ്ങൾ നിഷ്പക്ഷനാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ നീതിക്കൊപ്പം നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. നീതിക്കൊപ്പം നിൽക്കാതെ ഇരുവരും എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പൊങ്ങച്ചവും ഏറ്റവും വലിയ തട്ടിപ്പുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.